പുതിയതായി സർവീസ് ആരംഭിച്ച അമൃത ഭാരത് എക്സ്പ്രസിന്റെ 2 തീവണ്ടികൾക്ക് കൊല്ലത്ത് സ്വീകരണം നൽകി. കേരളത്തിന് അനുവദിച്ച ട്രെയിനുകളിൽ 2 എണ്ണമാണ് കൊല്ലം വഴി സർവീസ് നടത്തുന്നത്. കേരളത്തിന് 3 ട്രെയിനുകളാണ് അനുവദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിനുകൾ ഉച്ചയോടെ കൊല്ലത്തെത്തിയപ്പോഴാണ് NK പ്രേമചന്ദ്രൻ MPയും കൊല്ലം പൗരാവലിയും സ്വീകരണം നൽകിയത്. സാധാരണക്കാർക്ക് ആശ്വാസകരമായ തീവണ്ടി സർവീസാണ് റെയിൽവേ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെയും റെയിൽവേ മന്ത്രാലയത്തെയും NK പ്രേമചന്ദ്രൻ MP അഭിനന്ദിച്ചു. സാധാരണ യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പ്രധാനപ്പെട്ട തീവണ്ടി സർവീസാണ് അമൃത് ഭാരത് തീവണ്ടി സർവീസ്. ഏതാണ്ട് 6-7 ഓർഡിനറി കോച്ചുകളുള്ള ദീർഘദൂര തീവണ്ടി സർവീസാണ് അമൃത് ഭാരത് തീവണ്ടി സർവീസ് എന്ന നിലയിൽ അതിവേഗതയിൽ സഞ്ചരിക്കാൻ പര്യാപ്തമായിട്ടുള്ള കഴിയുന്ന തീവണ്ടി സർവീസുകൾ. മാത്രവുമല്ല, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കോച്ചുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ സാമാന്യ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള തീവണ്ടി സർവീസാണ് അമൃത് ഭാരത് തീവണ്ടി സർവീസ് എന്ന പേരിൽ റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ 3 തീവണ്ടി സർവീസുകളാണ് ഇന്ന് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ 2 തീവണ്ടി സർവീസുകൾ, ഒന്ന് നാഗർകോവിൽ നിന്ന് മാംഗ്ലൂർ വരെയുള്ള, മംഗലാപുരം വരെയുള്ള ഒരു അമൃത് ഭാരത് തീവണ്ടി സർവീസും മറ്റൊരെണ്ണം ഹൈദരാബാദിന് സമീപമുള്ള ചെർളപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം വരെ, അത് തിരുവനന്തപുരത്തു നിന്ന് ചെർളപ്പള്ളി വരെയുള്ള പ്രദേശം വരെയുള്ള മറ്റൊരു അമൃത് ഭാരത് തീവണ്ടി സർവീസ് ഉൾപ്പെടെയുള്ള 2 സർവീസുകളാണ് കൊല്ലം നഗരം വഴി, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോകുന്നത്. ആ 2 സർവീസുകളും ഇന്ന് ഔപചാരികമായി കൊല്ലം കടന്നുപോയി. 2 തീവണ്ടി സർവീസിനും നല്ല പൗരസ്വീകരണവും നല്ല ഊഷ്മളമായ വരവേൽപ്പുമാണ് കൊല്ലത്ത് ജനത കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത്. വന്ദേ ഭാരതിന് സമാനമായ രീതിയിലുള്ള ട്രെയിനാണ് അമൃത് ഭാരത്. തീവണ്ടി യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന തരത്തിലാണ് സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും ഹൈദരാബാദ് വരെയും നാഗർകോവിൽ നിന്നും മംഗലാപുരം വരെയുമുള്ള 2 അതിവേഗ അമൃത് ഭാരത് തീവണ്ടികളാണ് കൊല്ലം വഴി കടന്നുപോകുന്നത്.